തിരുവനന്തപുരം സാധാരണക്കാർ തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം 3 അടി മണ്ണ്. പേടിക്കണ്ട, നാടകം കഴിയുമ്പോൾ അത് 6 അടി മണ്ണായിക്കോളും. നീ നാക്കെടുത്ത് കുറവേലക്കേട് പറയല്ലടാ. പാടത്ത് പകലന്തിയോളം പണിയെടുത്തിട്ട് തേങ്ങൾക്ക് 1 മണി നെല്ല് പോലും തരാത്ത തമ്പ്രാക്കന്മാർക്കൊരു താക്കീതായി. തേങ്ങൾ നാളെ മുതൽ പാടത്ത് പണിക്കിറങ്ങില്ല. എന്തൊരഭിനയം! എന്റെ പിള്ളേരങ്ങ് വെച്ചടിച്ച് കേറേല. ദൈവമേ, എന്തോ ഒരു കയ്യടി! ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ നാടകത്തിന് ഇത്രയും കയ്യടി കിട്ടണം. ഈശ്വര, എന്തെങ്കിലും എന്റെ പൊന്നു ആശാന സൂപ്പർ ആണല്ലേ? അതുമില്ലാതെ നല്ല കയ്യടി കിട്ടിയടാ. അയ്യോ, നാട്ടുകാർ കൈയടിച്ചല്ല, അത് ഞങ്ങള് കൈയടിച്ചതാ. എന്തിന്? പതിവില്ലാതെ നമ്മുടെ നാടകം കാണാൻ 25 പേര് തികഞ്ഞിരിക്കുന്നു. അണ്ണാ, കമ്മറ്റി അടിക്കല്ലേ? അടിക്കാനല്ല, നാടകം ഒരു രക്ഷയില്ല. അടിപൊളി, ഭയങ്കര ആളെന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ പ്രത്യേക അഭിപ്രായം കേട്ടോ. താങ്ക് യു. പേരെന്തോന്ന്? സ്വജനൻ. വനജയല്ല, സ്വജനൻ. ഓ, പിന്നെ ചോറും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സന്തോഷം. ഇറച്ചി കഴിക്കോ? പിന്നെ അതേ കഴിക്കുള്ളൂ. ഇറച്ചിയില്ല, അങ്ങനെ കറിയാണ്. അവിടെ അങ്ങ് വരണം കേട്ടാ. അണ്ണാ, നിങ്ങളെ അടിപൊളി തന്നെ കേട്ടോ. ആണല്ലേ? നിങ്ങൾ ഇതിനകത്ത് എന്തൊരു വേഷമാണ് ചെയ്യണം? ബാറ്റുമ്പോളൊന്നുമല്ല, സായിപ്പ്. അത് ഇങ്ങനെ കണ്ട സായിപ്പൊന്നും അറിയില്ല. പാൻറ് വെള്ളത്തിന് ഊത്ത് വായിക്കും നാളെ പോലെ. ഇതിനുള്ള മറുപടി ഞാൻ എന്റെ സീൻ കഴിഞ്ഞു വന്നിട്ട് പറയാം. എന്റെ പൊന്ന് അണ്ണാ, എങ്ങനെ സഹിക്കുന്നുണ്ട് ഇതിനൊക്കെ? എന്റെ പൊന്നനിയ, ഭയങ്കര കഷ്ടം. ഈ മലയാള നാടകം ഞാൻ അങ്ങ് നിർത്താൻ പോവേണം. എന്നിട്ട് ഹിന്ദിയിലൊരു നാടകം അങ്ങോട്ട് വെച്ച് കാച്ചാൻ പോവേണം. ഹിന്ദിയിലൊക്കെ നാടകം ചെയ്ത് ആര് കാണുവണ്ണ? ഇവിടെ കേരളത്തിൽ ഇപ്പൊ മലയാളികൾ നാടകം കാണാനൊന്നും ഇല്ല. മൊത്തം ബംഗാളികളും ഹിന്ദിക്കാരന്മാരല്ലേ വന്നിരുന്ന് കാണുന്നത്. സംഭവം ശരി തന്നെ. മലയാളികളാകുമ്പോഴത്തേക്ക് ചീ മുട്ടയും മറ്റേ തക്കാളിയൊക്കെ ഹിന്ദിക്കാരാകുമ്പോ ഉരുളൻ കഴിയും. അതങ്ങ് വിറ്റെങ്കിലും ജീവിക്കാല്ല. അത്രേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മളെ ഈ ഹിന്ദിയിൽ നാടകം എഴുതുന്ന ആരെങ്കിലും കണ്ടെത്തണം. കായികയില്ലേ? ആര്? ഞാൻ എഴുതും. സത്യമായിട്ട് मैं अजनबी तू भी कभी आवाज में कहीं से मैं यहाँ തുക്കിടോ. അവിടെ ഇങ്ങോട്ട് തൂക്കിയിട്. തൂക്കിടാനല്ല, തുക്കിടോ ഹിന്ദി. അങ്ങനെയാണ്. ഒരു നാടകത്തിന് ഒരു പേര് വേണം. പേരുണ്ടല്ലോ, ബടുത്തോ ബച്ചോ കീലിയെ. എന്ന് വെച്ചാൽ പഠിക്കാത്ത ചെറുക്കൻ. എന്നാ പിന്നെ ഈ കിഴങ്ങന്മാരറിയാതെ നമ്മൾ ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ ബോംബെക്ക് പോകുന്നു, റൂം എടുക്കുന്നു. ഇതാണ് നിങ്ങൾ അറിയാൻ മേത്തോണ്ട് ചോദിക്കണം. ഉറക്കം ഒഴിയുമ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. മാറിയില്ല അങ്ങോട്ട്. ആശാനെ ഇങ്ങനെ ഒന്നൊരു കാര്യം പറഞ്ഞു. എന്റെ പൊന്നാശാനെ, നമ്മുടെ ക്ലൈമാക്സിൽ എന്നെ കൊല്ലുന്നവനില്ലേ, അവൻ അവിടെ അടിച്ച് ഫിറ്റായിട്ട് കിടക്കുവാണ്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ആളില്ലെങ്കിൽ ഞാൻ കേറത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, ഏതായാലും നാടകം നിർത്തണ്ട. ആളെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത സെറ്റാക്കിയാ മതി. മനജേ, അല്ല സ്വതനം ഞാൻ നീയേ ഒരു ഉപകാരം ചെയ്യടാ. അണ്ണന് നീ ഒന്ന് അഭിനയിക്കണം. ആര്? ഈ നാടകത്തിലൊന്ന് അഭിനയിക്കണമെന്ന്. ഞാനാ പോയെണ്ണ എഴുന്നേറ്റ് ഒന്നാമത് ഇവിടെ വെള്ളം കൊണ്ടുവന്നെ കുട്ടി മുട്ട് ഇടുകട കിടന്ന് പറയുന്നത്. പിന്നെയാണ് ഞാൻ സ്റ്റേജിൽ കയറാൻ പോ. ഡയലോഗ് ഒന്നും ഇല്ലടാ, ഉള്ളി ആക്ഷൻ മാത്രം. എന്താണ് ഞാൻ ചെയ്യാനുള്ള? അതുകൊണ്ട് ആ സാഹിബിനെ കൊല്ലണം. നേരെ ഞാൻ വെറുതെ എന്തെങ്കിലും പുള്ളിയെ കൊല്ലുന്നു അണ്ണാ? സന്തോഷം. വെറുതെ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇടാ, അല്ല നീ ഒന്ന് കൊന്നാ മതിയെന്നും, ബാക്കി ലൈറ്റ് ഓഫിൽ അങ്ങ് തീർന്നോളും. അങ്ങനെ ഇച്ചിപ്പ് അണ്ണാ. സന്തോഷം. നമസ്കാരം. ആ മനുഷ്യൻ മഹാ അയാൾ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട, വെറുതെ കൊല്ലടാണ്ട്. എന്താ കാര്യം? 1600 ആണ്ട് ഡിസംബർ മാസം 31 രാത്രി ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. തന്നെ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഡിസംബർ 31 അന്ന് ഞാൻ മിക്കവാറും അടിച്ച് ഏതെങ്കിലും വേളയിൽ പോയി കിടന്നാണ്. അന്ന് ന്യൂ ഇയർ അല്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞു. അതെല്ലാം പോട്ടെ, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ അവർ കടത്തി. സുഗന്ധി കുഞ്ഞമ്മനെ എവിടെ കൊണ്ടുപോയെന്ന്? സുഗന്ധി കുഞ്ഞമ്മ ഉണ്ടാക്കിയ കാര്യമല്ല, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ നമ്മുടെ ഏലോ കുരുമുളകും അവർ കടൽ കടത്തി. അയ്യോ, ഞാൻ അറിഞ്ഞില്ലേ ഭഗവാനെ ശങ്കരനാരായണ സ്വാമി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞ കേട്ടല്ല, അങ്ങേര് കടത്തിക്കൊണ്ടുപോയാ. അതെല്ലാം പോട്ടെ, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് മാനത്തിന് അവർ വില പറഞ്ഞു. അയ്യോ, എനിക്ക് കേക്കണ്ടേ. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് മാനത്തിന് വില പറഞ്ഞ് എടണ്ണ അവനെ കൊല്ലാനുള്ള സാധനം. നമ്മളെ അമ്മ പെങ്ങന്മാരെ പോയി കൊല്ല്. ഈ പാക്കോട്ടനെ പിച്ചാത്തിയോണ്ട് എന്താ? അതല്ല, നീ കുത്തിയാമതി ഡേറ്റ് ആണെന്ന്. സൂപ്പർ ഒരു കമ്പിപ്പാറ ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ അറിഞ്ഞോന്നിട്ടേരാ. അയ്യോ, അത് വേണ്ട, വേറെ എന്തെങ്കിലും വെച്ച് അറിഞ്ഞാൽ മതി. തന്നെ ഒരു കാര്യം, ഒരു ഫോൺ ഞാൻ വിളിച്ചോട്ടെ. ഇവിടെ ഞാൻ എന്റെ സീനിന് പോട്ടെ. എന്തായാലും ഒരാളെ കൊല്ലാൻ പോവില്ല നമ്മൾ. വെറുതെ ഒരാളെ അങ്ങനെ അങ്ങ് കൊല്ലാൻ പറ്റത്തില്ലല്ലേ. കൺട്രാക്കിനെ വിളിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും പണിയേറുന്ന മനുഷ്യനാണ്. കൺട്രാക്കെ എന്തരിയാണ്? ഉറങ്ങണ? നിങ്ങൾ കിടന്ന് ഉറങ്ങി. നമ്മളെ ഏലവും കുരുമുളകൊക്കെ പോയി കൺട്രാക്ക്. ആളെ കൈ കിട്ടിയിട്ടുണ്ട്, ഒരു ബന്ധം ചെറുക്കൻ. അവന്മാരെന്തരാ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങോട്ട് സ്ഥാപിച്ചെന്നാണ് പറഞ്ഞത്. നമ്മളെ കമ്പനിക്കാരടുത്തും പറഞ്ഞുതരാം കൺട്രാക്കെ. പ്രാന്തിങ്ങൾ അച്ഛന്. ശരി, ഓക്കെ എങ്കിൽ പെണ്ണുമ്പിള്ളെ വിളിക്കാം. സിന്ധു എന്തിനടി നമ്മളെ അമ്മ പെങ്ങന്മാരെ മാനത്തിന് ഒരുത്തവിടെ വില പറഞ്ഞു. ആളെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്,
ഒന്നേ നീ നിന്റെ സ്വന്തക്കാരെ വീട്ടിൽ പോയില്ലേ, അല്ലെങ്കിൽ നീ വേറെ കല്യാണം കഴിക്കാൻ നോക്ക്. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയുമല്ലേ, ഇത് നീ അറിഞ്ഞില്ലല്ലേ? ശരി മക്കളെ, ഉമ്മ. ഹലോ, ഓ ടെൻഷൻ ഉണ്ടോ? ഞാൻ എന്തിനാ ടെൻഷൻ ആവണം, നീ അല്ലേ ടെൻഷൻ ആവാനുള്ള. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കൊരു പേടിയില്ലടാ. സ്റ്റേജിൽ ഞാനുണ്ട്. സ്റ്റേജില് നീ ഉണ്ട്, നീ ഇന്നും കൂടെ ഉള്ളു. നിനക്ക് ഏലവും കുരുമുളകും കൊണ്ടുപോയി 7 തായി പോയില്ലടാ. കമ്പനി എന്നെ ഏൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു. നിന്റെ കമ്പനി ഇന്ന് ഞാൻ പൂട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഞാൻ സ്റ്റേജിലുണ്ടാകും. അന്ന് വന്നേക്കണം, എന്നെ കൊന്നേക്കണം. ഞാൻ അങ്ങ് വരെയും ചെയ്യും, നിന്നെ കൊല്ലേം ചെയ്യും. പോടാ കൈവാക്കിന്ന്. സ്വജന, ഓ സ്വജന, നിന്റെ സീരിയസ് സമയമായി. ഇങ്ങനെ പോയി അമ്മ ഡ്രസ്സൊക്കെ ഇട് അങ്ങോട്ട്. ഇവനെ എങ്ങനെ കൊല്ലാനുള്ളത്? സൈഡ്. ഇത് പാവാറയാണ്. എടണം അവനെ കൊല്ലാനുള്ള താനിടണം. എന്റെ അമ്മ പെങ്ങന്മാരെ മാനത്തിന് വില പറഞ്ഞ സായിപ്പേ, നിന്നെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം നോട്ടത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഊഫ്, ആരെയും മയക്കുന്ന ഈ ഗ്ലാമർ, വാട്ട് എ മൈൻഡ് ബ്ലോയിങ് ബ്യൂട്ടി. ഐ ലൈക്ക് ഇറ്റ്. കം ഓൺ, കം ഓൺ, കം ഓൺ ബ്യൂട്ടി ഗേൾ. നമ്മളെ ഏതെല്ലാം കുരുമുളകൊക്കെ പോയി. നാളെ നമ്മൾ എന്തായിട്ട് ചമ്മന്തി അരക്കി. നീ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചാലേ നാളെ നമ്മൾ എങ്ങനെയാണ് അപ്പത്തി ഈസ്റ്റ് ഇടുന്നത്? ഏരിയ കണ്ടുപോയില്ലേ? സ്വജന, ഓ ആ സായിപ്പ് അവനെ അടിച്ചാ ചാലിയിട്ട്. അപ്പൊ ഞാൻ നാളെ എങ്ങനെ കളിക്കും? ധൈര്യമായിട്ടേക്ക്, ഞാൻ ഇവിടെ ഇരിക്കല്ലേ. നീ ഉണ്ടാ? പിന്നല്ലാതെ ഉറപ്പന്നെ? ഉറപ്പ്. എന്നാ പിന്നെ നാളെ ഞാൻ സായിപ്പ്, നീ അടിമ. നിങ്ങളും സായിപ്പ. ഏലം കുരുമുളകും കൊണ്ടുപോയി സായിപ്പ. അതെ അതെ അതെ, എന്റെ അമ്മ പെങ്ങന്മാരെ മാനത്തിന് വില പറഞ്ഞ സായിപ്പ. അതെ അതെ അതെ. ദേവിയേ വന്ദേ മാതരം. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണില. ഈ പൊട്ട ബുദ്ധിയിൽ ഒരു പാഴ്മോഹം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടിയെത്തത് ഇങ്ങടാ. എന്നെ ഇരുട്ടത്താക്കിട്ട് വെളിച്ചത്തിരുന്ന് ചിരിക്കല്ലേ. കാണണ്ടേ ഈ മുഖം എന്നൊക്കെ പറയണമെങ്കിലേ ഞാനേ നന്ദനത്തിലെ ബാലാമണി ആയിരിക്കണം. ഞാനേ തത്തയാ, തത്ത. കാണിച്ചുതരാം നിന്റെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് ഞാൻ കോളാക്കി കൈ തരാടാ. എടി കൊച്ചേ, അവന്റെ ആദ്യ രാത്രി കുളമാക്കരുത്. ഈ ബോംബെ പൂടെ ഇതൊരു ഉറങ്ങിയില്ലേ? എടി പൊന്നു കൊച്ചേ, അവന്റെ ആദ്യ രാത്രി കുളമാക്കരുതെന്ന്. കൊളാക്കും. എന്നാ പിന്നെ നീ എന്തേലും ആവും. എന്റെ ജീവിതം ഈ കല്ലേലൊരിഞ്ഞ് തീരത്തേ ഉള്ളൂ. ആയുസ് തീർന്നിട്ട് ആക്രാന്തം തീരാത്ത ഒരു കിളവൻ കാലനെ പേടിച്ചകത്ത് ഒളിച്ചിരിക്കാ. കാണിച്ചുതരാം, എല്ലാവർക്കും കാണിച്ചുതരാം. നിൻവിളക്ക് കൊളുത്തി വെച്ചതിൽ എന്റെ പേര് പതിഞ്ഞില്ലേ മന്ദഹ ആണ്ട്രാതും പോയാ. അങ്ങനെ അവരെ കാത്തിരുന്ന എന്റെ ആദ്യരാത്രി ഇന്ന് നടക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ തുടങ്ങും? പൊന്നു പൊന്ന് തക്കുടു. അയ്യേ ക്ലീശ സ്ഥാനം കേട്ടോ. തത്തന്റെ എവിടെ? എടോ, ഈ തത്തക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല സൗന്ദര്യമില്ലേ, നല്ല മുടിയില്ലേ, കണ്ണില്ലേ, മൂക്കില്ലേ, എല്ലാരെയും കൊതിപ്പിക്കുന്ന തത്തമ്മ ചുണ്ടില്ലേ. പിന്നെ എന്തിനാണോ താൻ എന്നെ കളഞ്ഞ്? പറ പറ പറ. ഇതെത്രാന്ന് പറ. ഇല്ലേ, ഒരു മിനിറ്റ്. 5 അല്ലേ? അപ്പൊ അതിന് തീരുമാനമായേ? എന്നെ കളിയാക്കണ്ട. തനിക്കൊരു കാര്യം അറിയോ? ഈ തത്തയ്ക്ക് വേണ്ടത് കിഷോറിനെയാ. തത്തയ്ക്ക് വേണ്ടത് പാലും പഴും. എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. തത്തയില്ലാതെ ജീവിക്കാൻ പറ്റുമോ തനിക്ക്? അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പറ്റൂ? തന്തയില്ലാതെ ജീവിക്കാൻ? പറഞ്ഞാണ്ടിയുടെ ഫിഗർ ഉള്ളവനെ തന്തയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നല്ല, ഈ തത്തയില്ലാതെ ജീവിക്കാൻ പറ്റുമോ തനിക്ക്? അങ്ങനെ 1000 മുള്ളുകൾ ചങ്കിൽ കുത്തി ഇറങ്ങുന്ന വേദനയിൽ ഞാൻ പറയട്ടെ എന്റെ പൊന്നു തത്തേ,
എനിക്ക് എന്നെ വേണ്ട. എടോ തനിക്ക് എന്നെ വേണ്ടാത്തതിന്റെ കാരണം എന്താണോ അത് പറ. എനിക്ക് എന്റെ ഫാമിലി ഇഷ്ടമല്ല. How dare you talk like this? Shut up your mouth. Look, stop sitting not only but also vendor കുഞ്ഞിഷ്ടൻ കുട്ടറ എടവഴി. എടോ എനിക്ക് തന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയണോ തനിക്ക്? എന്തുവാ അത് നമ്മൾ ഈ മുറുക്ക് അടിക്കുമ്പോ ഒരു ഒച്ച ഉണ്ടല്ലോ, അതായിരുന്നോടോ എനിക്ക് തന്നോട്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് തനിക്ക് ഇവിടെ രാത്രി ഉണ്ടെങ്കിൽ അത് ഈ തത്തയ്ക്കൊപ്പം എന്ത് കാണിക്കുമെന്ന് ഞാൻ പറയുന്നത്. എന്തുവാ എന്തൊരു വൃത്തികെട്ട പെണ്ണിത്. ഞാനോ പറഞ്ഞതല്ലേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നടക്കുള്ളൂ. എനിക്ക് അപ്പുറമാണ് പൊന്നെ. എന്താ പൊന്നെ? അയ്യോ അയ്യോ അവള് നിന്നെ കണ്ട ആകെ വിഷയാവും. എങ്ങോട്ട്? അലമാരിക്കകത്ത്. ഇവിടെ ഇത്രയും വലിയ കട്ടില് കിടക്കും. മര്യാദക്ക് അലമാരി കയറി. ഞാൻ വരൂല. എടി അലമാരി കയറാൻ വരൂല. എടി വരാന് വരൂല. എന്താ കാണിക്കുന്നേ? ലൂസിഫറിലെ ലാലട്ടെ എന്റെ പിള്ളേരാ തൊഴുവാ. ഏട്ടാ പാല്. ഓ ഒരു ആദ്യരാത്രി ആവുമ്പോ പാലൊക്കെ അനിവാര്യമാണല്ലോ അല്ലേ? ഈ മിഷന്റെ സ്വിച്ച് എവിടാ? ഈ മിഷന്റെ സ്വിച്ച് എവിടാന്ന് വീരാന്തി പോയനിപ്പ. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഇടി നീ വായപ്പെടുത്തിയിരിക്കാ. അവളെ എന്തുവാണ് ഈ പറയുന്നേ? എന്താ എന്തുവാ ഈ പറയുന്നേ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറയട്ടാ. ജീവിതത്തെ പറ്റി ഞാനിനി എന്നാ തേങ്ങ പറയാനാ? മൊത്തം കുഴഞ്ഞു പോയില്ലേ? ഞാനിനി എന്നാ പറയണ? ഓർത്തിട്ട് പിടിക്കാന്നല്ലാതെ ഇപ്പൊ എന്നെ പറയണ്ടേ? ഒന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്യ് അമ്പലി, നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് പഴയ പാസ്റ്റ് കാണും, എനിക്ക് പഴയ പാസ്റ്റ് കാണും. അതൊക്കെ അമ്പലി എന്നോട് തുറന്ന് തന്നെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഏറ്റവും സൗകര്യം പറയുന്ന വായിച്ചോ. 800 പേജിന്റെ ഒറ്റ വരെ ബുക്കാൻ മുഴുവൻ എഴുതിയേക്കുന്ന ഈശ്വര. അപ്പൊ കുറെ കാണുമല്ലോ ഇത്. പോലീസിന് ഇവിടെ ചെവി അടിക്കുന്ന ഒരു ബഡ്സ് ഇല്ലടാ, ഒരു ബഡ്സ് ഇല്ലടാ ഈ വീട്ടില്. പോലീസ് എന്റെയാടാ എന്നെ കാണിക്കുന്നത്. അത് പിന്നെ ചേട്ടാ, വീട്ടു വശം എനിക്ക് ചെവി കടിക്കുമ്പോഴേ ഈ ട്രില്ലർ മെഷീൻ ഇട്ടിട്ട് സ്വിച്ച് അങ്ങ് ഓണാക്കും. അപ്പോ എന്റെ കടി അങ്ങ് മാറും. അയ്യോ ഇതെന്തിനാ ഇത് ഈ കമ്പിപ്പാര? അതെനിക്ക് പുറത്തറിയണ്ടേ. ഈ കൈക്കെന്നെ പറ്റിയതാ. അത് പിന്നെ ചേട്ടാ, തേപ്പൊട്ടിക്ക് ചൂടുണ്ടോ എന്നറിയാൻ വേണ്ടി ചുമ്മാ കയ്യിലൊന്ന് വെച്ച് നോക്കിയതാ. ചൂടുണ്ട്. കൊള്ളാല്ലേ? നീ ഇതൊക്കെ
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നീ അനുഭവിക്കടാ. അമ്പിളി, ആ? നീ എന്നെ ഈ പരസ്പര ബന്ധം ഇല്ലാതൊക്കെ സംസാരിക്കുന്നേ? അത് പിന്നെ ചേട്ടാ, എനിക്ക് ഈ 5 മിനിറ്റ് കൂടുമ്പോഴേ എന്തുവാ ഓർമ്മ കുറയുന്ന എന്തോ ഒരു വലിയ രോഗമുണ്ട്. അതിനെന്തോ പറയുന്നത് ക്യാരക്ടർ ഡിസോർഡർ എന്നാണ് ആ ഡോക്ടറൊക്കെ പറയുന്ന പേര്. അപ്പൊ നീ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാ? അയ്യോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കുസൃതികള്. എന്തോന്ന്? ചുമ്മാ കൊത്തിപ്പറക്കി നടക്കുന്ന കോഴിയുടെ മുണ്ടിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ഭഗവാന്, സിംഹം ഇല്ലേ, അതിന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്നറിയാവോ? അതിന്റെ താടി. അതിന്റെ താടി എനിക്ക് ട്രിം ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. എന്തുവാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നീ പാട്ട് പഠിക്കാൻ പോയിട്ടില്ലേ? കാട്ടിലമ്മേനെ പാട്ട് പഠിപ്പിച്ചത് ആരെന്നറിയാൻ വേണ്ടി ട്രെയിൻ പിടിച്ച് ഞാൻ കർണാടക വരെ പോയിട്ടുണ്ട്. സൈക്കോ! I am extremely psycho. എന്റെ പൊന്ന് സൈക്കോമച്ചി, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് പൈൽസിന്റെ അസുഖമുള്ള. പൈൽസിന്റെ അസുഖമുണ്ടോ? ഇപ്പൊ ശരിയാക്കി തരാം. എനിക്കൊരു ഗുരുവില്ല. ഒന്നുമില്ല. ശ്വാസം പറഞ്ഞു പോയല്ലേ? ഓക്കെ. മരിച്ചാ? ഏട്ടാ, എന്താ ഇത് പേടിച്ചിരിക്കുന്നേ? നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. ഇങ്ങ് വാ, ഇവിടെ ഇരിക്ക്, വാ. വാ. വാടാ. ഏട്ടാ, ഏട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? സീരിയസ് ആണോ? ആന്ന്. അങ്ങനെയാണ്. ഞാൻ 7 വർഷം ഒരുത്തെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അവളെന്നെ തേച്ചിട്ട് പോയിടി. എന്തിന്? എടി, അവക്ക് ഞാൻ എന്റെ കഴുത്തി കിടന്ന സ്വർണ്ണമാല, വള, വാച്ച്, എന്റെ അരഞ്ഞാണം, ഫോണ് പോക്കിന് എന്റെ ഫോണിന്റെ മെമ്മറി കാർഡ് വരെ ഉരുക്കോടാണ് അവൾ എന്നെ തേച്ച് വേറെ ഒത്തിലൂടെ പോയത്. അപ്പൊ അവള് നിന്നെ കാമുകനായിട്ടല്ലടാ കണ്ടത്, പിന്നെ അവളുടെ അച്ഛനായിട്ട്. അതിനാ? അല്ലേ പിന്നെ നിന്റെ കയ്യിൽ നിന്ന് ശ്രീധനം വാങ്ങിച്ചോണ്ട് വല്ലവനം കെട്ടി പോവാടാ. എടാ, അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ മണ്ടൻ. അതെന്നാ ശബ്ദം? അതെന്നാ ശബ്ദം അത്? എവിടെ നോക്കിയേ? എന്റെ ഉള്ളിൽ മനുഷ്യനെ എനിക്ക് മൂട്ട കടിച്ചിട്ട് ചൊറിഞ്ഞിട്ട് പാടില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വീണ്ടും കേട്ടല്ലോ. ആണോ? അത് പിന്നെ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാൻ ഫീമെയിൽ സൗണ്ട് ചെയ്യും. ഒന്നൂടെ കാണിച്ചേ. എങ്ങനെ? ഒന്നൂടെ കാണിച്ചേ. ആണോ? രാത്രിയിലും മീൻകാരൻ. ഒന്നൂടെ. ഒന്നൂടെ. അത് കൊള്ളാലോ ചേട്ടാ. എടാ ചെറുക്കാ. എന്തോ? എന്നാ പൂപ്പാ? ചുമ്മാ ഇരിയെടാ. ഏട്ടാ ഏട്ടാ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടേ. എന്തുവാ? നല്ലൊരു സിനിമയിൽ അഭിനയിച്ച് നല്ലൊരു സിനിമ നടിയായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കണം. എന്തിനാണ് ഈ സിനിമ അഭിനയിച്ച കാശ് അങ്ങോട്ട് കൊടുക്കുന്നത്? സിനിമ അഭിനയിച്ച കാശ് ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്? അങ്ങനെ കിട്ടുമോ? പിന്നെ കിട്ടുകയല്ലേ. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പ്രൊഡക്ഷൻ ഫുഡ് ഞാനാണ് അവിടെ പോയി കിടക്കുന്നത്. ശരിയാണല്ലേ? ശരിയാ. ചുമ്മാ ഒരു രസം. ഏട്ടാ, എനിക്ക് വലിയൊരു നേർച്ചയുണ്ട്. എന്തുവാ? നല്ലൊരു ഭർത്താവിനെ കിട്ടുവാണെങ്കിൽ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി 101 ശൂലം കുത്തി. 101 ശൂലമല്ലേ? കുത്തിയേക്കാം. എന്നിട്ട് കൂട്ടിയിട്ട് കത്തിക്കാന്ന്. എന്നെ കൊണ്ട് പറ്റിയല്ല. പറ്റത്തില്ലേ? പറ്റത്തില്ല. കത്തിയാട്ടോ? കത്തിയായിട്ട് പറ്റത്തില്ല. എന്റെ അമ്മയ്ക്ക് കത്തിയാ പറ്റത്തില്ല. ഓക്കെ, കോംപ്രമൈസ്. ആദ്യം പറഞ്ഞു നമുക്ക് ഫസ്റ്റ് നൈറ്റ് അങ്ങ് അടിപൊളിയാക്കാൻ മേലെ. ചുമ്മാ ആവശ്യമില്ലാതെ ഏതാ മാസം? ഡിസംബർ അല്ലല്ലോ. എടാ, ഫുള്ള് നക്ഷത്രമാ ചുറ്റും. അയ്യോ, എന്നെ കൊല്ലാൻ നോക്കുന്നല്ലേ നീ? നിന്റെ തന്തര നമ്പർ പറയടി. അച്ഛനെ വിളിക്കും. തന്തര നമ്പർ പറയടി. 73 36 57 15. ഹലോ ഹലോ. തന്തല്ലേ? നിങ്ങളുടെ മോക്ക് മുഴുത്ത വട്ട്. ഇവരെന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു. അയ്യോ, നിന്നെ കൊല്ലാക്കൊലയല്ലേ ചെയ്യുന്നുള്ളൂ. എന്നെ അവള് ട്രാൻസ്ഫോമറിൽ കെട്ടിയിട്ടിട്ട് തീ വിട്ടിട്ടാ പോയേക്കുന്നത്. കഴിഞ്ഞ പിന്നെ ഇനി എന്താ പരിപാടി? ഇനി പരിപാടി എന്ന് വെച്ചാ
ഫസ്റ്റ് നൈറ്റ് അമ്മച്ചി പോടി പ്രാന്തി എന്റെ പൊന്ന് സൈക്കോ അമ്മച്ചി എന്നെ കൊല്ലല്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാ ഒരെണ്ണം കൂടാ ഇനി പൊട്ടിക്കല്ലേ അല്ല അവിടെ പോയപ്പോ ഒരെണ്ണം പൊട്ടി മനസ്സിലാക്കാം ഇവിടെ പോയപ്പോ ഒരെണ്ണം പൊട്ടില്ലാക്കി മനസ്സിലാക്കാം ബാക്കി വന്ന ഒരെണ്ണം എവിടെ ഇട്ട് പൊട്ടിച്ചു ഒരു ബോംബ് ആരും കാണാതെ ആ അലമാരിലാണ് ഞാൻ വെച്ചത്. പൊന്നമ്പിളി നീ അവനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്റെ പൊന്ന് തത്ത ആ പാവം പെണ്ണൊന്നും ചെയ്യില്ല. എന്താണ് നീ കിടന്ന് വിൽക്കണത് കളിയടി വരുന്നില്ലല്ലേ പുല്ല കയറി കിടക്കുന്നു. അയ്യോ എന്നെ കൊല്ലല്ലേ എനിക്ക് നിന്റെ ഭർത്താവിനെ വേണ്ട വേണ്ട. നിന്റെ പേരെന്തുവാടി? തത്ത. തത്ത എന്ന പേര് വരപ്പട്ടിയുടെ രൂപം. നിനക്ക് രക്ഷപ്പെടണ എങ്കിൽ നീ എന്നെ ഡാൻസ് കളിച്ച് തോപ്പിക്കണം. മ്യൂസിക്. അന്നൊരു നാളിൽ മിന്നണരാവിൽ കണ്ണാടിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഒരിയാണേ കഴിച്ചോണേ ഒരിയാണേ കഴിച്ചോണേ. തൽക്കാലത്തേക്ക് പൊരിയാണ് കഴിച്ചോണം. കൊപ്ര പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഞാൻ വിശന്നപ്പം കഴിച്ച്. കഴിഞ്ഞ മെയിൽ വന്ന സ്റ്റോക്കൊക്കെ തീർന്ന് ഇനി അടുത്ത മെയിലേ ഉള്ളു എന്ന് പറഞ്ഞ് കരയുന്നത്. അറബാബ് വിളിക്കുന്നു. ഹലോ അറബാബ്. അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. അയ്യോ സോറി അറബാബ്. ചന്തയിൽ ഇറച്ചിയോണ്ട് ഷാജിക്ക് ഷുഗർ കൂടിയെന്ന്. ഇൻസുലിൻ വാങ്ങിക്കാം. എന്താ പറയുമല്ലോ വാങ്ങിക്കുമ്പോ നെപ്റ്റ്യൂൺ അല്ല പ്ലൂട്ടോ ശുക്രൻ. ഇനി 200 ലിറ്റർ പാല് വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ എവിടെ നിന്ന് കറന്ന് കൊടുക്കും? ആകെ എത്ര ആടേ ഉള്ളു, എല്ലാം വീണ് ചത്തേ. എന്താ പൊന്നു മണിയണ്ണ, ഇത് നമ്മളെ കേരളമല്ല ഗൾഫാണ്. നിങ്ങളെ മണ്ടത്തരൊന്നും എഴുന്നള്ളിക്കല്ലേ? മണ്ടത്തരൊന്നും എഴുന്നള്ളിക്കൂല. അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത്. നീ അല്ല ഇപ്പൊ മണ്ടത്തരം പറഞ്ഞു? ഞാൻ എന്താ മണ്ടത്തരം പറഞ്ഞു? സ്വാഭാവികമായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു. സ്വാഭാവികം കൊണ്ട് ലാൻഡ് ചെയ്തെന്ന് അല്ലാതെ അണ്ണാ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് എന്ന് വെച്ചാ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തെന്ന്. അങ്ങനെ
എനിക്ക് മരുഭൂമിയെ കണ്ടിട്ട് ആകെ പേടിയാവുന്നടേ. എന്തിനാ ടെൻഷൻ? നമ്മളെ ഫാസിയണ്ണ ഇവിടുത്തെ ആരാണ്? ചേക്കല്ലേ? ഷെയ്ക്കാണ്. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഫാസിയന്റെ കൊടുക്കും. നമുക്ക് ഇവിടെ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഷെയ്ക്കുമാരല്ലേ. നമ്മൾ ഈ മരുഭൂമിയിൽ എവിടെ പോയി നമ്മുടെ ഭാഷ തന്നെ തപ്പോടെ അതുകൊണ്ട് ഒരു കിറുക്ക ഇരിക്കുന്നടേ. ഞാൻ ചോദിക്കാം, അറിയാവുന്ന അറബിയിലൊക്കെ ചോദിക്കാം. കൊണ്ട് നശിപ്പിച്ചോളയല്ലേ. അറബി കിത്താലി എടേ ഞണ്ട് മണിയാ കൊഞ്ച് രവി. നമ്മുടെ അടുത്ത് പരിവൻ എങ്ങനെ അറിയാം? എടാ ഞാൻ ബാസി ആച്ചി അണ്ണേ. എന്നെ കണ്ടപ്പോ അവൻ പാസി എന്നാന്ന് വിളിച്ചത്. ഇവിടെ പാസി നാട്ടിലൊക്കെ പറയുന്നത് നീ ഇവിടെ ഷേക്കാണെന്നാണ്. ഈ ചോക്കോട്ടല്ലിരിക്കണ ഞാനാ ഷേക്ക്. അണ്ണാ നമ്മള് ഷെയ്ക്കിനെ കാണാൻ വന്നപ്പോ കണ്ടാ ഷോക്ക് അടിച്ച പൂച്ചക്കണക്കിരിക്കണോ? ഇതെന്തൊരു കോലവിടെ ഇത്. നിങ്ങൾ എങ്ങനെയാടാ ഇവിടെ? ഞങ്ങൾ ഒരു കയറി വന്ന് കുറച്ചാൾ മുമ്പ് എനിക്ക് എങ്ങനെയാണ് ഒരു കയറി തന്നെ വന്നത്. കയറി വന്നല്ല, കാലിഫോർണിയയിലേക്ക് ചരക്ക് കൊണ്ടുപോണ ഒരു കയറി വന്ന് അത് ദുബായ് കടപ്പുറം വഴി ഞങ്ങൾ തിരിച്ചു വിട്ട് ചാടി ഞങ്ങൾ ആരെ ഫർലോക്ക് നീന്തി. അങ്ങനെയല്ലേ ഫാസിയണ്ണ ഞങ്ങൾ ഇവിടെ എത്തിയത്. നമ്മളിവിടെ ഈ അറബികളെ കാണുമ്പോഴേ അറിയാൻ വേണ്ടി എന്താ ഒരു കോഡ് ഭാഷ പറഞ്ഞു തന്നല്ലേ. നിനക്കറിയാവോ നിനക്കറിയാവോ? ആ കിഴക്കൻ കാരണം തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അത് തന്നെ ഫാസിയണ്ണ, എന്റെ ഈ അറബി വേഷം കണ്ടിട്ട് ഫാസിയണ്ണ എന്തെങ്കിലും തോന്നണ? എനിക്കൊന്നും തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ അറബി വരും, അയാൾക്ക് എന്തെങ്കിലും തോന്നും. പറഞ്ഞില്ലേ അറബി വേഷം ചേരൂല. അങ്ങോട്ട് പാലില് എന്റെ പൊന്നെണ്ണ, ഇത് എന്തോന്ന് കോലം ഉണ്ടായത്. എന്താണ് ഇവിടെ കഴിക്കാൻ വല്ലതും കിട്ടണ്ടേ? ഈന്തപ്പഴം കൊഴിഞ്ഞു വീഴ നിനക്ക് പറക്കി തിന്നൂടെ? ഈന്തപ്പഴോ? ഇവിടെ ഈന്തപ്പഴം കിടക്കുന്നു. നിനക്ക് വേണ്ടായിരുന്നല്ലേ? ഇനി ഞങ്ങള് കുറച്ച് കഴിക്കട്ടെ. കഴി. നമ്മുടെ നാട്ടിൽ ഈന്തപ്പഴത്തിന് മധുരമല്ലേ? ഇതൊരുമാതിരി ചവർപ്പടേ. ചവർപ്പുണ്ട്. നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും ഈ ആട്ടും കാട്ടത്തിന് ഒരു കവർപ്പ് കാണും. നിങ്ങൾക്കെടുത്താ എന്ത്? ഞാൻ കൈകൊണ്ട് തൊടൂല, മനം മറിക്കും. നീ കണ്ടൊക്കെ വലിച്ചു വരെ തിന്നാൻ വേണ്ടിട്ട്, ആട്ടുകാട്ടം തിന്നാൻ വേണ്ടി നീ ഇതുവരെ വന്നാടാ. ഇതെന്തൊരു വേഷമാണോ? എടാ ഇവിടെ ആടുകൾ മാത്രമല്ലേ ഉള്ളു. വളവളർത്ത ഡ്രസ് ഇട്ടിട്ട് ആര് കാണാൻ? ഞാനും ആടും മാത്രം. ആട് മാത്രമേ ഉള്ള. പിന്നെ നിനക്ക് ഡ്രസ്സൊക്കെ അയച്ചു നടന്നു. അങ്ങനെ പറയല്ലേ. എടാ ഒരു ദിവസം ഈ ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ട് ആട്ടും കൂട്ടി കയറി ഞാൻ തുണിയില്ലാതെ കിടന്നു. നീ ആ നിക്കുന്ന ആടിനെ കണ്ട? അവനൊരു മുട്ടനാടാ. അവൻ എന്നെ നോക്കി വല്ലാത്തൊരു നോട്ട് കൂടി. എങ്ങനെ ഒന്നുകൂടെ നീ എന്തിനു വിചാരിച്ച്? ബ്ലസ്സി സാറിന്റെ ആട് ജീവിതം ഇവിടെ ഷൂട്ട് ചെയ്തപ്പോഴത്തേ 6 ആടിനല്ലടാ ഞാൻ ഡബ് ചെയ്തത്. മൃഗങ്ങൾക്കൊക്കെ നിങ്ങൾ ഡബ് ചെയ്യോ? സിനിമയിലെ മൃഗങ്ങൾക്ക് ഡബ് ചെയ്യാൻ എളുപ്പമാണ് തന്നെ. അങ്ങനെയാണെങ്കിലേ മണിയണ്ണന് കൊളക്കോയുടെ സൗണ്ടിൽ ഡബ് ചെയ്യാല്ല. ആരാ കൊളക്കോയുടെ സൗണ്ട് പറഞ്ഞത്? ഞാൻ എപ്പോഴാ കൊളക്കോയുടെ സൗണ്ട് പറഞ്ഞത്? കുളത്തിന്റെ അവിടെ നിങ്ങൾ കുളിസിയും കാണാതിരിക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ കല്ലെടുത്തെറിയുമ്പോ നിങ്ങൾ കൊളക്കോയുടെ സൗണ്ട് ഉണ്ടാക്കിയല്ലേ ഓടി രക്ഷപ്പെടുന്നത്? കല്ലെടുത്തെറിഞ്ഞപ്പോ സൗണ്ട് ഉണ്ടാക്കിയതല്ല, കൈത മുള്ളു തൊണ്ടേ കൊണ്ടപ്പോ ആക്കിയതാണ് ഞാൻ. അല്ല പിന്നെ മാറ്റമില്ലല്ലോ നിനക്ക്. ഈ ആട് ജീവിതം സിനിമയുടെ ഷൂട്ട് നടന്നില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു. ബ്ലസ്സി സാറിന്റെ ആട് ജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്. ബ്ലസ്സി സാറിന്റെ അടുത്ത് ഞാൻ ഒരു വേഷം ചോദിച്ചു. സാർ പറഞ്ഞു പൃഥ്വിരാജ് നാട്ടിൽ പോയതിനു ശേഷം അറബി ഇവിടെ നയിക്കുന്ന ആടുകളെ നോക്കുന്ന ഒരാളുണ്ടല്ലോ, ആ വേഷം തരാന്ന്. അങ്ങനെ സിനിമയും കഴിഞ്ഞ് യൂണിറ്റും പോയി. ഞാൻ അറബിയോട് ചോദിച്ചു പോട്ടാ. ഇല്ല, കട്ട് പറഞ്ഞില്ല, 30 വർഷം കഴിയുമ്പോ കട്ട് പറയാന്ന്. അങ്ങനെ പെട്ടുപോയടേ. അണ്ണന് പിന്നെ എപ്പോഴെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു അണ്ണ? എടാ 150 കിലോമീറ്റർ മണലാരണ്യം അല്ലടാ, എവിടെ ഓടായി. ഇടയ്ക്ക് ഞാൻ ഓടിയായിരുന്നു. ഒരു 15 കിലോമീറ്റർ എത്തിയപ്പോഴത്തേക്ക് കയ്യും കാലും കഴിച്ച് എനിക്ക് വെള്ളം താഴ്ച ഞാൻ അവിടെ വീണു. അവസാനം എന്റെ മൊബൈലിൽ ഞാൻ ഇവിടുത്തെ അറബി വിളിച്ച് കാർ അങ്ങ് വരുത്തിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു 3-4 പ്രാവശ്യം വീണ്ടും ഓടി. അപ്പോഴെല്ലാം അറബി വന്ന് കാറിൽ വിളിച്ചോണ്ട് വരും. ഇപ്പൊ ആ അറബി അവിടെ യൂബർ ടാക്സി ഓടുന്നു. മാസത്തിൽ 4 പ്രാവശ്യം ഞാൻ ഓട്ടം കൊടുക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, അറബി പഠിച്ചിട്ടുണ്ടാ? 10ാം ക്ലാസ് 2 പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്നാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ പഠിച്ചു കാണൂല. അയ്യോ അതല്ല, അറബി സംസാരിക്കുമെന്നാണ് അണ്ണൻ ചോദിച്ചത്. ഒരു സംസാരമല്ല, വന്നു കഴിഞ്ഞാൽ എന്നെ കുനിച്ചീർത്ത് ഇടിയാണ്. എനിക്ക് ടെൻഷൻ അടിക്കുന്നത്. എന്തോന്ന് പറഞ്ഞത്? എനിക്ക് ടെൻഷൻ അടിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ 2 അടിക്കാൻ അവിടെ ഒന്നുമില്ല. തൽക്കാലം നീ ടെൻഷനെങ്കിലും അടി. എനിക്ക് ഒരുമാതിരി തോന്നുന്നു. കക്കൂസ് ഉണ്ടാടാ? ആ മണലാരണ്യത്തിന്റെ അക്കരെ പൊക്കോ. അവിടെ വെള്ളം കിട്ടുവോ? വെള്ളം കിട്ടൂല, മണൽ വാരിക്കൊണ്ട് പോകണം. ഞാൻ കക്കൂസിലാ പോണത്, അല്ലാതെ കപ്പലിന്റെ ഉറക്കാനല്ല പോണത്. ഇവിടെ മണൽക്കാറ്റില്ല അണ്ണാ. ഈ മണൽക്കാറ്റ് അടിക്കുവാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ അടിക്കുന്നുണ്ട്. ഇനി മണൽക്കാറ്റായിട്ട് കുറയ്ക്കണേ, അതും അടിച്ചിട്ട് പോട്ടടാ. അയ്യോ, എനിക്കൊരു സംശയം. 6 മാസം മുമ്പ്
വെളുത്ത് തുടുത്ത് സുന്ദരനായി നമ്മുടെ നാട്ടിൽ വന്നില്ല, നീ കണ്ടില്ലേ? നാട്ടി വന്ന് കള്ളം പറയരുത്. നിനക്ക് ഭ്രാന്താടാ. എടാ എന്റെ അതേപോലത്തെ ഫിഗർ ചെയ്യുന്ന ഒരു പയ്യനെ എനിക്ക് കിട്ടി, കടക്കാവൂർ ശ്യാം. അവൻ നാട്ടിൽ പോയി കറക്റ്റ് ഫിഗർ ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുത്തോലെ അതേപോലെ അഭിനയിച്ചിട്ട് പറഞ്ഞു കൊടുത്ത പോലെ കറക്റ്റ് അഭിനയിച്ച് അല്ലേ? അണ്ണന്റെ ഭാര്യയെ വിളിച്ചോണ്ട് സിനിമയ്ക്ക് പോയി, പാർക്കിൽ പോയി, മ്യൂസിയത്തിൽ പോയി, തിരിച്ച് വരാൻ നേരത്തെ എയർപോർട്ടിൽ വെച്ചേ 4 ചുംബനമാണ് കൊടുത്തത്. അതൊന്നും സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. എന്തായാലും അവൻ അഭിനയിച്ച് കേട്ടുന്നുണ്ട്. കൈന്നിട്ട് പറഞ്ഞുണ്ട്, കൈന്നിട്ട് കളിക്കുന്നുണ്ടോ? 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നാട്ടിൽ പോണോന്ന് ചോദിച്ചത്. അവനെ ഞാൻ വിടാം, അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ എങ്ങനെ വരുവാടേ? ഞാൻ എയർപോർട്ട് വരെ വരണമെങ്കിൽ തന്നെ ഈ ആടിനെ കൊണ്ട് വരണം. ഈ ആടിന് എയർപോർട്ടിൽ ഭയങ്കര പിടിപാടായിരിക്കും. അങ്ങനെ വാടാ അവിടെ നിന്ന്. എന്റെ പാസ്പോർട്ട് വിഴുങ്ങിയ പട്ടിയാണ് നിൽക്കുന്നത്. പട്ടിയാ? അതല്ലേ ആ ആടിനെ പറഞ്ഞതാ ദേഷ്യം കൊണ്ട്. എങ്ങനെ വരും ഞാൻ നാട്ടിൽ? അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ എന്നെ മനസ്സിലാക്കാൻ? ഈ കിങ്കോങ്ങിനെ പോലെ ഇരിക്കുന്ന എന്നെ ആരറിയും? ബാസി പട്ടിണി കിടക്കാം, നമുക്ക് ദുരവസ്ഥ വന്നിരിക്കാം എന്നും പറഞ്ഞ് ഇത്ര കൂടെ തരം താഴാൻ പാടില്ല. എടാ ഈ കിങ്കോങ് താടിച്ച് കൊടുത്ത് പൊക്കം കാണൂലേ? എങ്ങനെ കല്യാണമാണ് ഇങ്ങോട്ട് വന്നത്? 5 മണിക്ക് മുമ്പ് 6 വരുമ്പോ എനിക്ക് 200 ലിറ്റർ പാല് കറന്നു കൊടുക്കണം. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ഈ ആടിന് എങ്ങനെ 200 ലിറ്റർ പാല് ഇറക്കുന്നത് കിട്ടുവോ? എടേ ലൈൻ കമ്പിയിൽ വവ്വാലാടും പോലെ അകടി കിടന്ന് തൂങ്ങിയാ പോലും ആകെ 20 ലിറ്റർ ആണ് കിട്ടണത്. കണ്ട ഇതെന്തോ ചുവന്ന പാലാ? ചുവന്ന പാലല്ല, കറന്ന് അകടിന്ന് ചോര വന്നതാണ്. അറബികളൊക്കെ ചോരപ്പാല് കുടിക്കുവോ? ചോരപ്പാലെന്ന് ആര് പറയുന്നത്? ആടിന്റെ രോമം കൂടെ പറിച്ചിട്ട് കുങ്കുമപ്പൂ കലക്കിയ പാലെന്ന് പറഞ്ഞു അടിച്ചോളൂ. ഇതാണ് മലയാളികളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അല്ല പിന്നെ ബാസി, നിനക്ക് നാട്ടിൽ പോണമെന്നില്ലേ? ഒരു വല്ലാത്ത ഗതികേട് എന്നല്ലേ ഇവിടെ? വല്ലാത്ത ഗതികേട് എന്നടേ. എന്റെ അച്ഛൻ പ്ലെയിൻ ക്രാഷ് മരിച്ചോണ്ടല്ലേ എനിക്കിവിടെ ജോലിക്ക് വരേണ്ടി വന്നത്. എന്റെ അച്ഛൻ എപ്പോഴാണ് പ്ലെയിനിൽ കയറിയത്? കേട്ടിട്ടില്ല. അച്ഛൻ പ്ലെയിനിൽ കയറിയിട്ട് ഈ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുകൊണ്ടല്ലേ അച്ഛൻ ആക്സിഡന്റ് പറ്റിയത്. സീറ്റ് ബെൽറ്റ് അവിടെ ഹെയർ ഹോസ്റ്റസ് ഇല്ല, അവരൊക്കെ സീറ്റ് ബെൽറ്റ് കള്ളം പറയരുത് കേട്ടല്ലോ. പാലോട് മേടല് റൈഡിൽ കൊണ്ടുവച്ച കളിപ്പാട്ട പ്ലെയിനകത്ത് എവിടെ സീറ്റ് വലിച്ചിരിക്കുന്നു? അവിടെ എയർ ഹോസ്റ്റസ് ഇരിക്കുന്നു. ഫസ്റ്റ് കറങ്ങൊക്കെ തന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് പീര തെറിക്കുമ്പോൾ അച്ഛൻ ചെറിച്ച്. പിന്നെ ആകെ ഉള്ള ഒരു ആശ്വാസം 5 രൂപ പാസിന് എല്ലാ റൈഡിലും അച്ഛൻ കയറി. അവസാനം ഈ അല്ലലൂഞ്ഞൽ ഇടിച്ചിട്ടാണ് താഴെ വന്ന് വീണത്. അച്ഛൻ ഇൻഷുറൻസ് കിട്ടിയാ? ചേട്ടന് നിക്കർ പോലും കിട്ടിയില്ല, പിന്നെ ഇൻഷുറൻസ്. ഇവിടുന്ന് രക്ഷപ്പെടണമെന്നില്ലടേ. നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എന്തായാലും നാട്ടിൽ പോവും. അറബി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിന്റെ കീഴിൽ നീ 2 പേരെ നിയമിച്ച അന്ന് നിനക്ക് എന്നേക്കുമായിട്ട് നാട്ടിൽ പോകാം. എനിക്ക് 2 പേര് ഇന്നാണ് കിട്ടിയത്. നിങ്ങൾ 2 പേരും ഡിഗ്രി അണ്ണന്റെ ആവശ്യമില്ലായിരുന്നു. ഡിഗ്രി SSLC. ജോലി എന്താണെന്ന് അറിയണ്ടേ? പറ. ഇതാണ് നിങ്ങളുടെ ജോലി, ഇതാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അപ്പോൾ വാസിയണ്ണ എന്ന് വെച്ചാ പോയി ജോലി ചെയ്യടാ കഴുതകളെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.